ഇനി അടുത്ത 4ാമത്തെ ചാപ്റ്ററാണ് ജീവനുള്ള വിത്തുകൾ. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. ഇനി അടുത്ത് എന്താണ് ഹൈഡ്രോപോണിക്സ്? മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷി രീതിയിൽ മണ്ണിനു പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് ചോദിച്ചാൽ മണ്ണില്ലാതെ സസ്യങ്ങളെ പോഷകലായനിയിൽ വളർത്തുന്നതിനെയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് അറിയപ്പെടുന്നത്. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭ്യമാകുന്നത് ബീജപാത്രത്തിൽ നിന്നാണ്. വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ആ ചെടിക്കുള്ള ആഹാരം ലഭ്യമാകുന്നത് ബീജപാത്രത്തിൽ നിന്നാണ്. പയറുവിത്തിന് ഒരു ബീജപാത്രം അല്ല, 2 ബീജപാത്രമുണ്ട്. പയറുവിത്തിന് 2 ബീജപാത്രമുണ്ട്. ഇനി അടുത്ത് ഈ 2 പിക്ചർ ഒന്ന് അനലൈസ് ചെയ്യാനാണ്. ചോളത്തിലെ ബീജപാത്രം നോക്കൂ. പയറുവിത്തിലേതുപോലെ 2 ബീജപാത്രങ്ങൾ ചോളത്തിൽ കാണുന്നുണ്ടോ? ഇല്ല. ചോളത്തിൽ ഒരു ബീജപാത്രം മാത്രമാണുള്ളത്. ബീജപാത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം. ഒരു ബീജപാത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നാണ്. ഇനി അടുത്ത് വിത്ത് മുളയ്ക്കൽ. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപാത്രത്തിലോ ബീജാന്നത്തിലോ കരുതിവെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഇനി വിത്ത് വിതരണം. മാതൃസസ്യത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം എന്നറിയപ്പെടുന്നത്. വിത്ത് വിതരണം എന്തിന്? ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാനാവശ്യമായ മണ്ണും വെള്ളവും സൂര്യപ്രകാശവും ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇതുമൂലമാണ്. ഇനി ഒരു പിക്ചർ ഒന്ന് അനലൈസ് ചെയ്യാനാണ്. പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിക്കുന്നത് എന്താണ്? ഇലയിലേക്ക് ജലം എത്തിക്കുന്നതിനും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതിനും ഈ ഭാഗങ്ങൾ വഴിയാണ്. ഇവയാണ് ഇലകളിലെ സിരകൾ. 2 ഇലകളിലെയും സിരകൾ വിന്യസിച്ചിരിക്കുന്നത് ഒരുപോലെ അല്ല. ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിര, അതിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലകണികകൾ പോലെ കിടക്കുന്നതും ഇതാണ് ജാലികാസിര വിന്യാസം. അപ്പോൾ 1ാമത്തെ പിക്ചറിൽ കാണുന്നതാണ് ജാലികാസിര വിന്യാസം. 2ാമത്തെ ചിത്രത്തിൽ ഇലയിലെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്തെത്തി യോജിക്കുന്നു. ഇതാണ് സമാന്തര സിര വിന്യാസം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ പ്ലാവിൻ്റെ വേരും പുൽച്ചെടിയുടെ വേരും കൊടുത്തിട്ടുണ്ട്. പ്ലാവിലെ വേരുപടലത്തിൽ കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലിപ്പം കൂടിയൊരു വേര് കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഈ വേരാണ് തായ് വേര്. ഈ വേരിൽ നിന്നാണ് മറ്റു ചെറിയ വേരുകൾ വളർന്നത്. ഇനി എന്താണ് തായ് വേരുപടലം അല്ലെങ്കിൽ നാരുവേരുപടലം എന്നൊക്കെ നോക്കാം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം. മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ് വേരുപടലം കാണാം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം. പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ നാരുവേരുപടലമാണുള്ളത്. ഓക്കെ, അപ്പം ഇനി എന്താണ് ഈ
താങ്ങുവേര് അല്ലെങ്കിൽ പറ്റുവേര് എന്നൊക്കെ നോക്കാം. സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ തായ്വേരുകൾ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ ശിഖരങ്ങളിൽ നിന്നും തണ്ടിൽ നിന്നുമൊക്കെയാണ്. തണ്ടിൽ നിന്നും സാധാരണയായിട്ട് എവിടെ നിന്നാണ് ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നത്. എന്നാൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിന് താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ. കണ്ടൽ ചെടിയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ. ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇവ ശ്വസന വേര് എന്നറിയപ്പെടുന്നു.